എല്ലാം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇതുപോലെയുള്ള കോപ്രായങ്ങളും വൾഗാരിറ്റി നിറഞ്ഞുള്ള വീഡിയോസും പങ്കുവെച്ചാലും നല്ല പൈസ കിട്ടും. കാരണം കാണികൾ ഒരുപാട് പേരാണ് ഈ വക കാര്യങ്ങൾ കാണാനായിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാം, നല്ല രീതിയിൽ പട്ടിണിയില്ലാതെ ജീവിക്കാം. ഇപ്പം എളുപ്പമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു കൂലിപ്പണിക്ക് പോയാൽ എന്തുമാത്രം കഷ്ടപ്പാടാണ്. രാവിലെ എഴുന്നേൽക്കണം, കുളിക്കണം, അതുപോലെ പണിക്ക് പോകണം, അവിടെ നിന്ന് ഈ വെയിലും മഴയൊക്കെ കൊണ്ട് പണി ചെയ്യണം. പിന്നെ കിട്ടുന്നതോ വൈകിട്ട് തുച്ഛമായിട്ടുള്ള കൂലിയാണ് കിട്ടുന്നത്. ഒരു 800, 850, 1000 അതിനകത്ത് നിൽക്കുന്ന കൂലിയാണ് ഇപ്പം സാധാരണ എല്ലാവർക്കും കിട്ടുന്നത്. അതിനെക്കാട്ടിലും ഇരട്ടിയുടെ ഇരട്ടി ഇവർക്ക് കിട്ടും. കാരണം ഇതുപോലെയൊക്കെ കാണിച്ചാൽ മതി. ഒരു കടപ്പുറം തിരഞ്ഞെടുക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ആളും പേരും ഇല്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. ഇതുപോലെ രണ്ടുപേര് വന്നിട്ട് എത്രത്തോളം വൾഗാരിറ്റി നിറയ്ക്കാം അത്രത്തോളവും വൾഗാരിറ്റി കുത്തി നിറയ്ക്കും. അപ്പോൾ ഇതങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് കുത്തനെ അങ്ങ് കയറും. അപ്പോൾ അങ്ങനെ കയറുമ്പോഴത്തേക്ക് നല്ല റീച്ചും കിട്ടും. നേരത്തെ നമ്മൾ കണ്ടത് വേറെ ഡ്രസ്സല്ലായിരുന്നോ? അതായത് ഈ ട്രൗസറും വള്ളിനിക്കറും ഒക്കെ ഇട്ടിട്ടുള്ളതായിരുന്നു. ഇപ്പം ഇത് ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അങ്ങ് അഭിനയിക്കുമല്ലെന്നേ, അവരങ്ങ് ജീവിക്കുക. നോക്കിക്കേ, എത്ര മനോഹരമായിട്ടാണ്. നമുക്ക് ആർക്കെങ്കിലും തോന്നുമോ ഇത് കണ്ടിട്ട് അഭിനയമാണെന്നോ? നിങ്ങൾക്ക് തോന്നിയോ? എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം ശരിക്കും ഇത് ജീവിക്കുന്ന പോലെയല്ലേ. ഈ സിനൊക്കെ ആകുമ്പോൾ ഇവർക്ക് ശരിക്കും ജീവിക്കുന്ന പോലെ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് അഭിനയം. പണ്ടൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെടണം. ഒരു സിനിമയിൽ അഭിനയിക്കണേ ഒരുപാട് ഡയറക്ടർമാരുടെയൊക്കെ വീടുകൾ തോറും കയറി ഇറങ്ങണം. അവർ പോകുന്ന വഴികളിൽ, അവർ പോകുന്നിടത്തെല്ലാം ചെന്ന് തല കുമ്പിട്ട് നിന്നാൽ പോലും ഒരു ചാൻസ് കിട്ടാൻ വളരെ പ്രയാസമാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഇത്രയധികം പുരോഗമിച്ചപ്പോഴത്തേക്കും ഇവരെ പോലെയുള്ളവർക്കാണ് കേട്ടോ ഗുണം ചെയ്തത്. കാരണം ഇവർക്ക് പെട്ടെന്നാണ് റീച്ച് കിട്ടുന്നത്. ഇവരാകെ തയ്യാറാകേണ്ടത് അവൻ്റെ മുന്നിലും കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തയ്യാറാവണം, ലിപ് ലോക്കിന് തയ്യാറാവണം. അതുപോലെ തന്നെ എത്രത്തോളം വൾഗാരിറ്റി ആകാൻ സ്ത്രീകൾ തയ്യാറാവുന്നു അത്രത്തോളം ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിയുമ്പോൾ ഒരു സിനിമ ഇറങ്ങിയാൽ കിട്ടുന്ന സ്വീകാര്യതയെക്കാട്ടിൽ കൂടുതലാണ് ഒരു സോഷ്യൽ മീഡിയയിൽ ഇതങ്ങോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ. കാരണം പെട്ടെന്നാണ് റീച്ച് ആവുന്നത്. അല്ല, മിസൈൽ പോകുന്നത് പോലെയാണ് ഇത് വൈറലാകുന്നത്. പെട്ടെന്ന് വൈറലാകും. അതനുസരിച്ച് നമ്മുടെ അക്കൗണ്ട് എന്നറിയും. നല്ല രീതിയിൽ ഇവർക്ക് പൈസയും കിട്ടും. അത് മാത്രമല്ല, ഇപ്പം ഈ സബ്സ്ക്രിപ്ഷൻ പോലൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഈ രേണുസുതിയാണ് ഇത് ഇത്രയും വൈറലാക്കിയത്. ഒരുപാട് പേര് മുമ്പും സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ആളുകൾക്ക് അത്രയ്ക്ക് അതിനെക്കുറിച്ചുള്ള വലിയ അറിവൊന്നുമില്ലായിരുന്നു. പക്ഷെ രേണുസുതി എടുത്തപ്പോഴത്തേക്ക് ഒരു മാസം രേണുസുതിക്ക് ഇത്രയും രൂപ കിട്ടുന്നല്ലോ എന്ന് കണ്ടപ്പം ഒരുപാട് പേരാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അങ്ങനെ ഈ പറഞ്ഞ സാധനവും എടുത്തിട്ടുണ്ട്. ഇത് മുമ്പ് ഈ നിഷ എന്നാണ് ഇവരുടെ പേര്. മുമ്പ് ഇവർ ഇത്രയധികം വൾഗാരിറ്റി നിറഞ്ഞ വീഡിയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഇവർ സാധാരണ റീൽസൊക്കെ ആയിരുന്നു ചെയ്ത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പം ഇവർ ഭയങ്കരമായിട്ട്, കാരണം വെച്ചാൽ ഇവർ സബ്സ്ക്രിപ്ഷൻ എടുത്തല്ലോ, ഇങ്ങനെ കാണിച്ചിട്ട് പറയും നിങ്ങൾക്ക് കൂടുതൽ കാണണോ, നിങ്ങൾക്ക് കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണം അടച്ചിട്ട് പെയ്ഡ് വീഡിയോ കാണാനായിട്ട് വരൂ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവർക്ക് സബ്സ്ക്രിപ്ഷനിലും കിട്ടും, ഇവിടുന്നും കിട്ടും. അപ്പോൾ എന്തുകൊണ്ടും ലാഭമാണ് കേട്ടോ. ഇവർ കുറേ ഉണ്ട്, സംഘം ചേർന്ന് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കാണിക്കുന്ന കണ്ടോ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡാൻസ് ആണോ? എനിക്ക് കണ്ടിട്ട് ഇത് പൊക്കി കാണിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. കാണാനിരിക്കുന്നവരെ കുറച്ചൊക്കെ കാണിക്കാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പോൾ ഇതിനെ ഡാൻസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവർ പറയുന്നത് ഇതും കലയാണെന്നാണ്. കഷ്ടം. എങ്ങോട്ടാണ് നമ്മുടെ നാടിൻ്റെ പോക്ക്? ഇത് കണ്ടോ, നിങ്ങൾ സിനിമയിൽ പോലും കാണാത്ത രംഗങ്ങളാണ്. സിനിമയിൽ ഇപ്പം ഇതുപോലൊരു സീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അഭിനയമായിട്ട് തോന്നത്തില്ല. ഇവരങ്ങ് ജീവിക്കുകയാണ്. ഇതൊന്നും കണ്ടിട്ടും ഒരു ഡയറക്ടർമാരും വിളിക്കുന്നില്ലയോ ഇവരെ സിനിമയിലേക്ക്? പിന്നെ ഇവർക്ക് സിനിമയുടെ ആവശ്യമൊന്നുമില്ല. കാരണം ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന റീച്ച് മതി. സത്യം പറഞ്ഞാൽ ഒരു സിനിമയിൽ നിന്ന് കിട്ടുന്ന റീച്ചിനെക്കാട്ടിലും എത്രയോ നല്ലതാ ഒരു സിനിമയിലാണെന്നുണ്ടെങ്കിൽ ആ സിനിമ കാണുന്നവർ മാത്രമേ ഇവരെ അറിയുന്നുള്ളൂ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ ഇപ്പം പ്രായമൊന്നും നോക്കാതെ കുട്ടികൾ മുതൽ വലിയവർ വരെ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. അപ്പം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഇപ്പം എവിടെ പോയാലും ആൾക്കാർ പെട്ടെന്ന് തിരിച്ചറിയും. നല്ല രീതിയിൽ റീച്ച് കിട്ടും, നല്ലതുപോലെ ഡോളർ കിട്ടും, അതുപോലെ തന്നെ ആസ്വദിച്ച് ചെയ്യാനും പറ്റും. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പലരും ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുന്നത്. പണ്ടത്തെ പോലെ ഡയറക്ടർമാരുടെയും ഒന്നും വീടുകളിൽ അലയണ്ട, ചാൻസ് ചോദിച്ച് അലയണ്ട. അവർ തന്നെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക. ഇവരുണ്ടാക്കുന്നതെല്ലാം ഇത് തന്നെയാണ് സംഭവം. ഒന്നുകിൽ കടപ്പുറത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാട്ടിൽ ഈ സീൻ പിടുത്തം, നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്.
ഈ സീൻ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റീച്ചാണ്. അപ്പം ഇത് കാണാനും വേണ്ടി ഒരുപാട് പേരുണ്ട്. ഇപ്പം ബാഡ് കമൻറ്റ് ഇട്ടാലും പോസിറ്റീവ് കമൻറ്റ് ഇട്ടാലും ഇവർക്ക് ക്യാഷാണ്. അപ്പം ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ എന്തിനു കാണിക്കുന്നു എന്നാണ് പലരുടെയും ചോദ്യം. നമ്മളിപ്പോൾ ഇതങ്ങോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അവരവരുടെ ശരീരം വിറ്റിട്ട് അല്ലെങ്കിൽ കാണിച്ചിട്ട് ജീവിക്കുന്നു. ഞങ്ങളെപ്പോലെ റിയാക്ട് ചെയ്യുന്നവർ അതെടുത്തുകൊണ്ട് വന്ന് കാണിച്ചിട്ട് ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്നു എന്നാണ് പലരുടെയും പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ ഇതിപ്പം കുറച്ച് ഓവറായി തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ പിടിച്ചാൽ കിട്ടാത്ത ആ ഒരു ലെവലിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് തോന്നുകയാണ്, ആൽബം ഷൂട്ടാണോ ഇത്, സിനിമയുടെ ഷൂട്ടാണോ ഇത്, എന്തിൻ്റെ ഷൂട്ടാണ് നമുക്കൊരു പിടിയില്ല. കാരണം ഒരിടത്തും ഇവരുടെ ആൽബം റിലീസ് ചെയ്തത് കണ്ടിട്ടില്ല. ഇവരെ പോലെ ഒരു കുറേ പേരുണ്ട്, അഭിലാഷ് ഷാട്ടായ, മാലിൻ ജോസ് പെരേര, അങ്ങനെ കുറേ പേരുണ്ട്. ഇങ്ങനെ സമൂഹത്തിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന കുറച്ച് അവതാരങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു റീൽസും അല്ലെങ്കിൽ ഇവരുടെ ഒരു ആൽബവും ഒരു വെബ് സീരീസും എവിടെയും റിലീസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കാണുന്നത് എന്താ, ഇതുപോലെയുള്ള ഒരുപാട് റീൽസുകളാണ്. ഇവർ റീൽസ് എടുക്കുകയാണ്. റീൽസ് എടുത്തിട്ട് അത് ആൽബത്തിൻ്റെ പറയുന്നതോ പുതിയ ആൽബത്തിൻ്റെ ഷൂട്ട്, പുതിയ അതിൻ്റെ ഷൂട്ട്, ഇതിൻ്റെ ഷൂട്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയ ഇപ്പോൾ വളരെയധികം വേറൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഈ ആൾക്കാർക്ക് ബ്ലൂ ഫിലിം കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ട് തലയിൽ മുണ്ടിട്ട് കഷ്ടപ്പെട്ട് തിയേറ്ററിൽ പോകേണ്ട അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്നിപ്പോൾ എല്ലാവർക്കും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് എടുക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷനിൽ പോയി ജോയിൻ ചെയ്യുക, എല്ലാം വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് കാണുകയും ചെയ്യാൻ മാനവും പോകത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞു. നമ്മുടെ പുതിയ തലമുറയൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആലോചിച്ചാൽ ഒരു അന്തോവില്ല, ഒരു കുന്തോവില്ല. അപ്പോൾ ഇതിനൊക്കെ തടയേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. ഇതിനൊക്കെ ഒരു ലിമിറ്റ് വരണം. വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും വിചാരിക്കാത്ത അവസ്ഥയിലേക്കായിരിക്കും നമ്മുടെ നാടിൻ്റെയൊക്കെ പോക്ക്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ. അയ്യോ